എന്താ രാജു? ഒന്നുമില്ല. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, ഒന്ന് വീണു. നീ അത്താഴം കഴിച്ചോ? ഇല്ല. എങ്കിൽ നമുക്കൊന്നിച്ച് കഴിക്കാം. വേണ്ട, എനിക്ക് വിശപ്പില്ല. നിനക്ക് പനി വല്ലതുണ്ടോ? ഒന്നുമില്ല. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. സത്യമേ പറയാവൂ, എന്താണ് ഉണ്ടായത്? ആരാണ് ഇവിടെ വന്നത്? ആരും വന്നില്ല. ഇല്ലേ? കള്ളം പറയരുത്. ആരാണ് വന്നത്? ആരും വന്നില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, നീ പറയണ്ട. എന്ത് ചെയ്യണമെന്ന് നിന്റെ അച്ഛൻ തീരുമാനിക്കട്ടെ. വേണ്ട, പടം പറിച്ചു തീർക്കാൻ വിളിച്ചു പറ്റിയാണ്. അവിടെയും ചെന്നിട്ടില്ല. താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ ചെയ്തൂടെ? ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാൽ സമാധാനിക്കേണ്ടത്? സാലി, കൊള്ളക്കാരനെ തുറന്നു പറ. അവൾ എങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല ടീച്ചർ. ആട്ടെ, ഗോപി എന്ത് തീരുമാനിച്ചു? എനിക്കൊരു രൂപവുമില്ല. ഗീതയുടെ ഇവിടുത്തെ കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന നിങ്ങൾക്കാണ്. വേണമെങ്കിൽ ഞാൻ പോലീസിന് ഇൻഫോം ചെയ്യാം. വേണ്ട, പോലീസ് അറിഞ്ഞാൽ ഞാൻ അവളെ ഒറ്റയ്ക്ക് അയക്കരുതായിരുന്നു. ഇനി അതൊന്നും ആലോചിക്കണ്ട. മിസ്റ്റർ ഗോപി ഹോട്ടലിൽ പോയിക്കോളൂ. ഗീത എപ്പോ വന്നാലും ഞങ്ങൾ ഫോൺ ചെയ്യാം. അവൾ എവിടേക്കാണ് പോയതെന്ന് സത്യത്തിൽ സാലിക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. എന്തായാലും അവൾ രാത്രിയിൽ തന്നെ മടങ്ങിയെത്തും. ഗോപി സമാധാനമായി പോയിക്കൊള്ളു. എന്ത് പറയുന്നു ത്രിപുത്രൻ? സിനിമയ്ക്ക് പോകുന്നെന്ന്. ഈ പാതിരായ്ക്കോ? മണി 9 കഴിഞ്ഞല്ലേ ഉള്ളൂ. നീ വരാൻ താമസിച്ചതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഒരു പ്രതി കൂടുതൽ കഴിക്കുന്നു. ഏയ്, സന്തോഷമായിട്ടൊന്ന് കത്തിക്കുക. എന്താ നിന്റെ കൈ വിറയ്ക്കുന്നത്? ഒന്നുമില്ല, ഊണ് വിളമ്പി. നീ അവിടെ ഇരിക്കേ, എനിക്ക് ധൃതിയൊന്നുമില്ല. നിനക്കെന്ത് പറ്റി? അവനുമായി വഴക്കുണ്ടാക്കിയോ? ഒന്നുമില്ല, യാത്ര ചെയ്തതിന്റെ ക്ഷീണമായിരിക്കും. വയസ്സായി തുടങ്ങി, പെട്ടെന്ന് തലയ്ക്ക് പിടിക്കുന്നു.
കമ്മീഷണറും ഭാര്യയും തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇരുട്ടത്ത് മെനക്കിട്ട് നിന്നു. ഇതിനിടയ്ക്ക് അവള് ഇറങ്ങിപ്പോയിട്ടില്ലെന്നുള്ള ഉറപ്പാ. നിങ്ങൾ ഏതായാലും ആ പെണ്ണ് ഹോസ്റ്റലിൽ തിരിച്ചു ചെന്നോന്ന് സൂത്രത്തിലൊന്ന് അന്വേഷിക്കുക. ആ, അവനും അവളും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എന്തെങ്കിലും നടന്നിരിക്കുന്നുള്ള ഉറപ്പാ. ശ്ശോ, എനിക്കത് ഓർക്കാൻ വയ്യ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ തുള്ളിച്ചാടി ആ പത്രാധിപരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്തേക്കരുത്. അയാൾ നേരിട്ട് ഇടപെടും, കാശ് വാങ്ങിക്കും, നിങ്ങളെ തടയുകയും ചെയ്യും. പറഞ്ഞത് കേട്ടോ? നീ പറയുന്നതല്ലേ ഞാൻ ചെയ്യൂ. നീ എന്റെ മന്ത്രിയല്ലേ? നോക്കിക്കോ, നിങ്ങൾ ഇതിനകത്ത് മുങ്ങിച്ചാവും. ആലോചിച്ച് പരിഹാരം കാണേണ്ട വിഷയമാണിത്. വളരെ സമാധാനമായി കേൾക്കുകയും നമുക്കൊന്നിച്ചൊരു തീരുമാനമെടുക്കുകയും വേണം. വെറുതെ മുഖവര പറഞ്ഞ് സമയം കളയണ്ട. എന്താണെങ്കിലും സാലിക്കിനോട് തുറന്നു പറയാം. ഗീത പോയത് കൂട്ടുകാരിയെ കാണാനല്ല. പിന്നെ അവൾ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണ്. അയാളുടെ വീട്ടുകാർക്ക് ഗീതയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇന്നലെ ധൃതി പിടിച്ചു പോയത്. ചിലപ്പോ എല്ലാം ഉറപ്പിച്ചിരിക്കും. ഗോപിയെ ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടാവും അവൾ വരാത്തത്. അവൾക്ക് എന്നോടെല്ലാം തുറന്നു പറയാമായിരുന്നു. അവളുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. കൊച്ചുനാൾ മുതൽ വേണ്ട, ഞാനൊന്നും ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ഇതൊന്നും ആരും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. വിധി എന്നോ മറ്റോ പറഞ്ഞ് സമാധാനിക്കാനേ നിവൃത്തിയുള്ളൂ. ആ, ഒരു കാര്യം, ഞാൻ ഗീതയെ കൂട്ടിക്കൊണ്ടുവന്നാൽ അഭിനയിച്ചിട്ടാണെങ്കിലും പുറമെ ഒരു പരിഭവവും കാണിക്കരുത്. സ്വസ്ഥമായി ആലോചിച്ച് സ്വയം മനസ്സിനെ നിയന്ത്രിക്കണം. ഞാൻ ഗീതയും കൂട്ടിക്കൊണ്ടേ വരും. ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, മിസ്റ്റർ രാജു അല്ലേ? എന്റെ പേര് സാലി. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. പക്ഷെ എനിക്ക് രാജുവിനെ അറിയാം. ഗീത എവിടെ? ഞാൻ ഗീതയുടെ റൂംമേറ്റ് ആണ്. അവൾ ഇന്നലെ അങ്ങോട്ടാണ് വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്നോടൊന്നും മറച്ചു വെക്കണ്ട. ഗീത എവിടെയുണ്ട്? രാജുവിനും എനിക്കും അറിയാവുന്ന ഗീതയെ പറ്റി തന്നെ. എനിക്ക് രാജുവിനെ ഒന്ന് നേരിൽ കാണണമായിരുന്നു. എന്നെയോ? എനിക്ക് തന്നെ സുമ്മില്ല. എങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരാം. ഇങ്ങോട്ട് വരാന്നോ? ശരി, എന്റെ ഓഫീസ് എവിടെയാണെന്ന് പറയാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പെണ്ണ് ഇതുവരെ ഹോസ്റ്റലിൽ തിരിച്ചെന്നിട്ടില്ല. ഓഹോ, അത് ഞാൻ ഫ്ലൂക്കിൽ അറിഞ്ഞതാ. വിളിച്ചോണ്ട് പോമെന്ന മുറച്ചെറുക്കൻ ഹോട്ടലിലെങ്ങാണ്ട് കുത്തിയിരിക്കുക. അത് ശരി. മറ്റേ പയ്യൻ സ്ഥലത്തുണ്ടോ? ഉണ്ട്. അതല്ലേ കുറച്ചു മുമ്പേ അവൻ കാറി പോകുന്ന ഞാൻ കണ്ടതാ. അപ്പോൾ അബോർഷം വരെ ആകാനും വഴിയുണ്ട്. ഏതായാലും കോളേജ് കുമാരിയെ കാണാനില്ല എന്നൊരു കൊച്ചു കാച്ചു കാച്ചട്ടെ. ഇന്നെന്താ? എന്നാലും താനാ പയ്യന്റെ പേരും വിവരവും പറഞ്ഞില്ലല്ലോ. അത് ചോദിക്കരുത്. അത് എന്റെ തുറുപ്പ് ചീട്ടാണ്. എടോ, ഇത്തരം കാര്യങ്ങളിൽ പരസ്പര വിശ്വാസമാണ് വലുത്. വിശ്വാസത്തിനൊരു കുറവുമില്ല സാറേ. ഞാനൊരു മണ്ടനാണേലും എനിക്ക്
ബുദ്ധിയുള്ള ഒരു ഭാര്യയുണ്ട് കേട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ എന്നോട് മറച്ചു വെക്കുന്നത്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ക്ഷമ കെടുന്നുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങൾ കാര്യവിവരമുള്ള ഒരു സ്ത്രീയാണെന്നല്ലേ ഞാൻ ധരിച്ചത്. ഡോണ്ട് ബി സോ ഇമോഷണൽ. കൂട്ടുകാരിയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഒന്ന് അളന്നു നോക്കിയതല്ലേ. ഗീതയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഇനിയെങ്കിലും പറയൂ, ഗീത എവിടെയുണ്ട്? വീട്ടിലോ? സ്വന്തം വീട്ടിലല്ല, ബട്ട് ഷീ സേഫ്. രാജു ഒരു വല്ലാത്ത സാഡിസ്റ്റാണ്. എന്നെ വിരട്ടിക്കളഞ്ഞു. സാലിയെ കണ്ടപ്പോൾ തന്നെ നിങ്ങളൊരു തന്റേടിയാണെന്ന് തോന്നി. ഇനി സമയം കളയണ്ട, പോകാം. പെണ്ണിനെ തടവിലിട്ടിരിക്കുകയാണോ? പാവം. രാജകുമാരിയല്ലേ, വല്ലവരും മോട്ടിച്ചു കടന്നു കളഞ്ഞാലോ? ഗീത എവിടെ? അറബിക്കഥയിലെ അത്ഭുതം പോലെയാണ്. ഇങ്ങനെ അനേകം കൂട്ടുകൾ തുറന്നാലേ രാജകുമാരിയെ കാണാൻ കഴിയൂ. സാലി ഇരിക്കൂ. ഓ, ഇരിക്കാനൊന്നും സമയമില്ല. ഗീത എവിടെ? അതിനാണല്ലോ നമ്മൾ വന്നത്. ഞങ്ങളുടെ കഥകൾ അറിയാവുന്ന ഒരേ ഒരാളാണ് സാലി. ഒരിക്കലും പിരിയാത്ത സ്നേഹിതകൾ. ഞാൻ സാലിയെ ഗീതയുടെ അടുത്തേക്ക് അയക്കാം.